ലഹരി ഉപയോഗത്തിന് പുത്തൻ വഴികൾ തേടുന്ന പുതിയ തലമുറ. കഞ്ചാവ് ഉപയോഗിക്കാൻ പ്രീ റോൾഡ് കോണുകൾ ഉപയോഗിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള വാർത്ത ന്യൂസ് 18 കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇൻസ്റ്റാമാർട്ട് എന്ന ആപ്പ് വഴിയായിരുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും പ്രീ റോൾഡ് കോണുകൾ വാങ്ങിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ നടപടി ഉണ്ടായിരിക്കുന്നു. പ്രീ റോൾഡ് കോണുകൾ പൂർണ്ണമായും പിൻവലിക്കാൻ ഇൻസ്റ്റാമാർട്ടിന്റെ തീരുമാനം. അതായത് കേരളത്തിൽ ഒരിടത്തും ഇത് വിൽക്കേണ്ടതില്ല, ഓൺലൈൻ വഴി വിൽപ്പന വേണ്ട എന്നാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട് ടി.വി. അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇതിന്റെ ഒരു അപകടത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 അരുൺ തന്നെയാണ് അതിന്റെ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതായത് കൊച്ചുകുട്ടികൾ പോലും ഇത് ഓൺലൈൻ വഴി ഈ പ്രീ റോൾഡ് കോണുകൾ വാങ്ങുന്നു. ഇത് ഉപയോഗിച്ച് ഇതുവഴിയാണ് ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അതിന്റെ അപകടത്തെക്കുറിച്ച് അടക്കം നമ്മൾ വിശദമായി റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നു. ഇത് ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി എന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തൊക്കെയാണ് തീരുമാനം? അതായത് കേരളത്തിൽ മാത്രം വിൽക്കേണ്ടതില്ല എന്നാണോ തീരുമാനം, അതോ പൂർണ്ണമായി ഇത് പിൻവലിച്ചിട്ടുണ്ടോ? ടോം, സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയാൻ വലിയ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. തൂഫാൻ എന്ന പേരിട്ട ഒരു പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന്റെ, ലഹരി വിൽപ്പനയുടെ, ലഹരിയുടെ സ്രോതസ് അടയ്ക്കുന്ന, അതിന്റെ അടിവേരടക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചത്. വലിയ കയ്യടി നേടിയ ഒരു പദ്ധതിയാണെന്ന്. പക്ഷേ അങ്ങനെ ആഭ്യന്തര വകുപ്പ് ഓരോ ദിവസവും ലഹരി വ്യാപനം തടയാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് കയ്യെത്തും ദൂരത്തിൽ ഈ ലഹരി ഉണ്ട്, ലഹരി ഉപയോഗിക്കാനുള്ള വഴികളുമുണ്ട്. നേരത്തെയൊക്കെ അതിന് ബുദ്ധിമുട്ടേറിയ വഴികളുണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുള്ള വഴികൾ ഇപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, നമുക്കറിയാം, നമുക്ക് എല്ലാ കാര്യത്തും നമ്മളിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നവരാണ്. ഇൻസ്റ്റന്റ് ഭക്ഷണമാകട്ടെ, ഇൻസ്റ്റന്റായി ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും മലയാളികൾ ആ രീതിയിൽ സ്വാഗതം ചെയ്യുന്ന ആളുകളാണ്. ഇൻസ്റ്റാമാർട്ട് എന്ന ഒരു പ്ലാറ്റ്ഫോം വലിയ രീതിയിൽ മലയാളികൾക്ക് സ്വാധീനമുണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോമുമാണ്. അതിലൂടെയാണ് ഈ ലഹരി വ്യാപനത്തിന് വഴിവെക്കുന്ന കുട്ടികൾക്ക് വളരെ വേഗം, കുട്ടികൾക്കും മുതിർന്നവർക്ക് ഒരുപോലെ ലഹരി ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അത് പുകയ്ക്കാനുള്ള പ്രീ റോൾഡ് കോണുകൾ, നേരത്തെയൊക്കെ ലഹരി ഉപയോഗിക്കാൻ പേപ്പറുകൾ ലഭ്യമാകുമായിരുന്നു. ആ പേപ്പറുകൾ ഓൺലൈൻ ഉണ്ടാകുമ്പോൾ, അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോൾ അത് സർക്കാർ ആവശ്യപ്പെട്ട് അത് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ പേപ്പർ പോലുമല്ല, നേരിട്ട് തന്നെ കോണുകളായി നൽകി ആ കോണുകളിലൂടെ ലഹരി ഉപയോഗിക്കാം. വളരെ എളുപ്പ വഴി. സ്കൂൾ കുട്ടികൾക്ക് ആണ് ഇതിന്റെ ഏറെയും ഉപയോക്താക്കൾ. അവരാണ് ഇതിൽ കൂടുതൽ ഓർഡർ ചെയ്യുന്നത്. കഴിഞ്ഞ 2-3 മാസമായി വലിയ രീതിയിൽ കുട്ടികൾ ഇത് ഓർഡർ ചെയ്യുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു ഡെലിവറി ബോയാണ് നമ്മോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതിലൂടെയാണ് നമ്മൾ അന്വേഷണം നടത്തിയത്. ഏതായാലും അദ്ദേഹത്തിന്റെ ആശങ്ക അടിസ്ഥാനത്തായതില്ല. നിരവധി കുട്ടികൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പലരും വീടുകളിലെ അഡ്രസ്സുകളിൽ ഇത് കൊടുക്കാറില്ല. ഇവിടെ നമ്മൾ ഏത് ലൊക്കേഷൻ ഉണ്ടോ അവിടേക്ക് ഈ ഇൻസ്റ്റാമാർട്ടിൽ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലെ സാധനങ്ങൾ എത്തിക്കുകയാണ് പതിവ്. അങ്ങനെ അവർക്ക് വീടുകൾക്ക് പുറത്ത്, സ്കൂളുകൾക്ക് പുറത്ത്, ട്യൂഷൻ സെന്ററുകൾക്ക് പുറത്ത്, വഴിയോരങ്ങളിലൊക്കെ നിന്ന് കുട്ടികൾ ഇത് വാങ്ങുന്നു. അതിന് മറ്റൊരു ഉപയോഗമില്ല. ഇത് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ സംവിധാനമാണ്. അതാണ് ഗൗരവമുള്ള വിഷയമായിരുന്നു. അതാണ് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. ഏതായാലും ഇൻസ്റ്റാമാർട്ട് അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കേരളത്തിലെ മുഴുവൻ വിപണിയിൽ നിന്നും, ഓൺലൈൻ വിപണിയിൽ നിന്ന്, അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ, ഇൻസ്റ്റാമാർട്ടിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അത് പിൻവലിക്കുകയാണ് അവർ ചെയ്തത്. തൂഫാൻ എന്ന വലിയൊരു യജ്ഞം സംസ്ഥാന സർക്കാർ നടപ്പാക്കും. അതിനോടുകൂടിയുള്ള ഐക്യദാർഢ്യം കൂടി അറിയിച്ചുകൊണ്ടാണ് അത്തരമൊരു തീരുമാനമെന്നാണ് ഇൻസ്റ്റാമാർട്ട് വ്യക്തമാക്കുന്നത്. കേരളത്തിൽ ഒരിടത്തും ഇത് ഇൻസ്റ്റാമാർട്ട് വഴി ആ പ്ലാറ്റ്ഫോം വഴി ലഭ്യമാകില്ല. നമ്മൾ ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സെർച്ച് ചെയ്താൽ അത് ലഭ്യമല്ല എന്ന വിവരം നമുക്ക് ലഭിക്കും. മറ്റൊരു വെബ്സൈറ്റിന്റെ ലിങ്കാകും നമുക്ക് ലഭിക്കും. അങ്ങനെ ഇൻസ്റ്റാമാർട്ട് ഇത് പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി വകുപ്പ് വിഷയത്തിൽ ഇടപെട്ടതാണ്. ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത് ഇത്തരം വാർത്തകൾ വളരെ ഗൗരവമുള്ളതാണ്. ഒരു കാരണവശാലും ഇതിന് പ്രോത്സാഹനം നൽകരുത്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇതിൽ നിന്ന് പിന്മാറണം, ഇത്തരം വസ്തുക്കൾ പിൻവലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയും ആവശ്യപ്പെട്ടു. ഏതായാലും ഇൻസ്റ്റാമാർട്ട് അത് അഭ്യർത്ഥന നിർദ്ദേശം സ്വീകരിച്ചിരിക്കുന്നു. അവർ ഇത് പൂർണ്ണമായും പിൻവലിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരില്ല. ഇൻസ്റ്റാമാർട്ടിൽ മാത്രമല്ല, മറ്റു പല പ്ലാറ്റ്ഫോമുകളിലും, തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെയുള്ള പല പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോഴും ഇതിനെ സമാനമോ അല്ലെങ്കിൽ ഇതേ ഉപയോഗത്തിലുള്ളതുമായ കോണുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാകുന്നുണ്ട്. അതിന്റെ കൂടി വിൽപ്പന തീർച്ചയായും, അതായത് ഒരു ഇൻസ്റ്റാമാർട്ടിൽ ഇരുന്നല്ലോ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഈ ലഹരി ഉപയോഗിക്കാനുള്ള പ്രീ റോൾഡ് കോണുകൾ അല്ലെങ്കിൽ മറ്റു പല ഉൽപ്പന്നങ്ങളും, ഇതുപോലെ ലഹരി ഉൽപ്പന്നങ്ങൾ പോലും ഓൺലൈൻ വഴി വളരെ സുലഭമായി ലഭിക്കുന്നുണ്ട്. കുട്ടികൾക്കടക്കം അത് ലഭ്യമാകുന്നുണ്ട്.
ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നുണ്ടോ? മാത്രമല്ല, നേരത്തെ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പലയിടത്തും ലഹരിവേട്ട നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഓൺലൈൻ വഴിയുള്ള ഇടപാടുകൾ കൂടി തടയേണ്ടതില്ലേ? നമ്മുടെ ഈ വാർത്ത എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിരീക്ഷണം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിന്, സർക്കാരിന്, എക്സൈസ് വകുപ്പിനൊക്കെ വലിയ റോൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നത് വസ്തുതയാണ്. കാരണം ഇത്തരം അനധികൃതമായ അല്ലെങ്കിൽ ലഹരി വഴിയിലേക്ക് കുട്ടികളെ വളരെ വേഗം കൈപിടിച്ച് നടത്തുന്ന, അവരുടെ ജീവിതം ഇരുളടയ്ക്കുന്ന ഇത്തരം സംവിധാനങ്ങൾക്കെതിരെ ആഭ്യന്തര വകുപ്പിന് വേണം, സർക്കാരിന് നിയമനിർമ്മാണം നടത്താം. അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായ നിർദ്ദേശം, ഇത്തരം കാര്യങ്ങൾ സംസ്ഥാനത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയോ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകളിലോ വിൽക്കാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം നൽകാം. സ്വാഭാവികമായും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ അപകടത്തിന്റെ ആഘാതം കൂടുന്നത് അത് ആര് ഓർഡർ ചെയ്യുന്ന കാര്യം അറിയേണ്ട കാര്യമില്ല. ആർക്കും അത് ഓർഡർ ചെയ്യാം, കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ. അതാണ് അതിന് പ്രശ്നമുണ്ടാക്കുന്നത്. ഓഫ്ലൈൻ സ്വാഭാവികമായും ഒരു കുട്ടി ഒരു കടയിൽ പോയി വാങ്ങുമ്പോൾ വേണമെങ്കിൽ ആ കടക്കാരന് അയാളുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ കണക്കിലെടുത്ത് ഇത് നൽകാതിരിക്കാം. ലാഭം മാത്രമല്ല അവർ ലക്ഷ്യമിടുന്നതെങ്കിൽ. പക്ഷേ ഓൺലൈൻ ആകുമ്പോൾ അത്തരം ഒരു സ്ക്രീനിംഗ് കൂടി ഉണ്ടാകാറില്ല. വളരെ വേഗം അവർക്ക് ലഭ്യമാകുമെന്നുള്ളതാണ്. ഏതായാലും ഇനി ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കണമെങ്കിൽ ആഭ്യന്തര വകുപ്പിന് തീരുമാനമെടുക്കാം. എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോടും ഇത് വിൽക്കരുതെന്ന് ആവശ്യപ്പെടാം. ഓഫ്ലൈനായി വിൽക്കുന്ന കടകളിലാകട്ടെ അവിടെയും കൃത്യമായ നിർദ്ദേശം നൽകാം. ഇത് നൽകരുത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നൽകരുത്. ഇത് ആർക്കും ഉപയോഗിക്കാൻ പാടില്ല. നമുക്കറിയാം, കഞ്ചാവൊക്കെ നിരോധിച്ച സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇത് കഞ്ചാവ് പോലുള്ള ലഹരി ഉപയോഗിക്കാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു ഉപയോഗവും ഇതിനില്ല. അതുകൊണ്ട് ഇത്തരം വസ്തുക്കൾ വിൽപ്പന നടത്തരുന്ന കർശന നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് അനായാസം നൽകാനാകും. അതിന് സർക്കാർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഒരു പ്ലാറ്റ്ഫോം ഇൻസ്റ്റാമാർട്ട് അതിനൊരു മാതൃകാപരമായ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് മറ്റു പ്ലാറ്റ്ഫോമുകളും തുടരണം. ഓഫ്ലൈനിൽ വിൽക്കാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ അങ്ങനെ വളരെ വേഗം ലഹരിയുടെ പിടിയിലേക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. കേരളത്തിന്റെ, രാജ്യത്തിന്റെ ഭാവി പ്രതീക്ഷകളാണ് അവർ. അവരെ ഈ ലഹരി വരയിലേക്ക് വീഴാൻ നോക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ സമൂഹത്തിന് പൊതുവിലുണ്ട്. സർക്കാരിന് മാത്രമല്ല സമൂഹത്തിനുമുണ്ട്. ആ ഒരു ഉദ്യമമായി തന്നെയാണ് ന്യൂസ് 18 വാർത്ത. പിൻവലിച്ചാൽ മാത്രം പോരല്ലോ, നിയമ നടപടി കൂടി ആവശ്യമല്ല. ഇത് ഇൻസ്റ്റാമാർട്ടിന്റെ അറിവോടുകൂടി തന്നെയായിരുന്നോ ഈ രീതിയിലുള്ള നടപടികൾ ഉണ്ടായത്? ആരാണ് ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതല്ലേ അരുൺ? സ്വാഭാവികമായും ഇൻസ്റ്റാമാർട്ടിൽ അവർക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട്. കാരണം നിരോധിത വസ്തുവല്ല ഇത്. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ അവർ GST അടച്ച് ഉള്ള വസ്തുവകൾ, സാധന സാമഗ്രികൾ ഇൻസ്റ്റാമാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വിറ്റഴിക്കാം. അവിടെ നിയമപരമായ തടസ്സമില്ല. പക്ഷേ ഇത് എന്തിനുപയോഗിക്കുന്നു, ആരുപയോഗിക്കുന്നു, അവിടെയാണ് രണ്ട് ചോദ്യങ്ങളുള്ളത്. ഉപയോഗിക്കുന്നത് ഇത് ലഹരി വ്യാപനത്തിന് മാത്രമാണ്. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ പുകയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പ്രീ റോൾഡ് കോണുകൾ. അത് ആരുപയോഗിക്കുന്നുള്ളതാണ് അതിന്റെ അപകടം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നത്, അതിന്റെ ആഘാതം ഒന്നുകൂടി കൂട്ടുന്നത്. വിദ്യാർത്ഥികളാണ്, സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള നമ്മുടെ കുട്ടികളാണ് ഉപയോഗിക്കുന്നത്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഇൻസ്റ്റാമാർട്ട് വിറ്റഴിച്ചാൽ അവരെ പ്രത്യക്ഷത്തിൽ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ അവിടെ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത ഏത് പ്ലാറ്റ്ഫോമായി, ഇൻസ്റ്റാമാർട്ട് മാത്രം ഏത് പ്ലാറ്റ്ഫോമായി നോക്കേണ്ടതായിരുന്നു. ലാഭത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവർക്ക് ഒരുപക്ഷെ അത്തരം നിലപാടുണ്ടാകില്ല. മറിച്ച് കുട്ടികളുടെ ഭാവി, കേരളത്തിന്റെ ഒരു നിലപാട്, സർക്കാർ നിലപാട് തന്നെ ഈ ലഹരി മുക്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തൂഫാൻ പോലുള്ള പൈലറ്റ് പ്രോജക്ടുകളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്, ഫ്ളാഗ്ഷിപ്പ് പ്രോജക്ടുകളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അവിടെ അങ്ങനെ ഒരു സംസ്ഥാനത്ത് കൂടി ഇത്തരത്തിൽ എളുപ്പത്തിൽ ലഹരി വഴികളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് പോകാൻ അവസരമൊഴുകുന്നു എന്നുള്ളതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം. അവിടെ ഒരു പടി ഇപ്പോൾ, ഒരു പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്ലാറ്റ്ഫോം അവർ അതിൽ നിന്ന് പിന്തിരിയുന്നു. മറ്റുള്ളവരും സമാനമായ നിലപാട് സ്വീകരിക്കണം. അല്ലെങ്കിൽ സർക്കാർ നിയമം മൂലം, സർക്കാർ അധികാരം മൂലം അത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. SVV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അരുണാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതായത് ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പ്രീ റോൾഡ് കോണുകൾ ഇൻസ്റ്റാമാർട്ട് ഉൾപ്പെടെയുള്ള ആപ്പുകളിൽ ലഭ്യമാണെന്നതും ഇത് കൂടുതൽ ഇത് വാങ്ങുന്നത് കുട്ടികളാണെന്ന് സംബന്ധിച്ചുള്ള വാർത്തകളാണ് പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. ഈ പ്രീ റോൾഡ് കോണുകൾ പൂർണ്ണമായും പിൻവലിക്കാനാണ് തീരുമാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.